ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ജാസ്മിൻ ക്യാപ്റ്റനായിട്ട് അധികാരത്തിൽ കയറി. ജാസ്മിൻ നൈസായിട്ട് സുഹൃത്തുക്കളെ എല്ലാം പവർ ടീമിലേക്ക് സെലക്ട് ചെയ്തു. ഗബ്രി, അർജുൻ, റസ്മിൻ, അപ്സര എന്നിവരാണ് അടുത്ത ആഴ്ചത്തെ പവർ ടീം. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ബിഗ് ബോസിന് ഇവിടെ ഒരു ഗെയിം കളിക്കാമായിരുന്നു. വൈൽഡ് കാർഡുകളെ എല്ലാം പവർ ടീം ആക്കാമായിരുന്നു ബിഗ് ബോസിന്. പക്ഷെ ബിഗ് ബോസ് അത് ചെയ്തില്ല. ജാസ്മിന് തന്നെ ആ ഒരു സാധനം വിട്ടുകൊടുത്തു. അത് മേ ബി ഈ ഒരു ഗെയിം അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാപ്റ്റന് പവർ ടീമിനെ തീരുമാനിക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്ക് മാറ്റാതിരിക്കാനാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. പക്ഷെ അതൊരു പ്രീ പ്ലാൻ ചെയ്ത് വൈൽഡ് കാർഡുകളെ എല്ലാവരെയും ഒരു പവർ ടീം ആക്കാമായിരുന്നു ബിഗ് ബോസിന്. ബിഗ് ബോസ് അത് ചെയ്തില്ല. ഏതായാലും ജാസ്മിന്റെ ഗെയിം കൊള്ളാം. പക്ഷെ ബിഗ് ബോസിനെതിരെ കളിച്ചാൽ ബിഗ് ബോസ് പണി തരും എന്നൊരു ഇതും കൂടെ ബിഗ് ബോസ് അവിടെ തരുന്നുണ്ട്. ഗബ്രീനെയും ജാസ്മിനെയും ഒരു മുറിയിൽ വാഴാൻ അനുവദിക്കില്ല എന്ന് വലിയ മുതലാളി തീരുമാനിച്ചാൽ അതങ്ങനെ നടക്കൂ. അതങ്ങനെ തന്നെ നടത്തിയിട്ടുണ്ട് ബിഗ് ബോസ്. പവർ റൂമിൽ ക്യാപ്റ്റൻ ഒഴികെ ബാക്കി എല്ലാവർക്കും കിടക്കാം ഈ ഒരാഴ്ചത്തേക്ക് എന്നൊരു തീരുമാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാസ്മിന്റെ മുഖം കാണണമായിരുന്നു ആ സമയത്ത്. ജാസ്മിൻ പിന്നെ വേറൊരു നല്ല ഗെയിം കളിച്ചു. ടീമുകളെ എല്ലാം ഷഫിൾ ചെയ്തു. ഋഷിക്കും അൻസിബയ്ക്കും ഒക്കെ ഫീലിങ്സ് ആവുമോ ഇല്ലയോ എന്നൊന്നും നോക്കിയില്ല. ഡെൻ ടീമും നെസ്റ്റും ടണലും എല്ലാം മൊത്തത്തിൽ പിരിച്ചു വിട്ട് എന്നിട്ട് ഷഫിൾ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. ടീമുകളിൽ ആരൊക്കെയാണ് എന്ന് ഞാൻ ഇന്ന് വായിക്കാം. ഡെൻ ടീമാണ് ഫ്ലോർ ക്ലീനിങ് ചെയ്യേണ്ടത്. അതിൽ 5 പേരാണ് ഉള്ളത്. ജിൻഡോ ആണ് ക്യാപ്റ്റൻ. അതില് സായി, നന്ദന, അഭിഷേക് ജയദീപ്, നോറ എന്നിവരാണുള്ളത്. നെക്സ്റ്റ് ടീമാണ് ബാത്റൂം ക്ലീനിങ്. ശ്രീരേഖയാണ് ക്യാപ്റ്റൻ. ശ്രീതു, അൻസിബ, സിബിൻ എന്നിവരാണ് ആ ഒരു ടീമിലുള്ളത്. ടണൽ ടീമാണ് കിച്ചൺ ടീം. ഋഷിയാണ് ക്യാപ്റ്റൻ. അഭിഷേക്, ശ്രീകുമാർ, പൂജ കൃഷ്ണ, ശരണ്യ, ജാൻമണി എന്നിവരാണ് ആ ഒരു ടീമിലുള്ളത്. ജാസ്മിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് പവർ ടീമിൽ. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച വീണ്ടും അതേ ഫേവറിസം പരിപാടി തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.